Hi friends, welcome back to my YouTube channel. Today we are going to discussing about joint family system in our society. A joint family is an extended family. Joint family അല്ലെങ്കിൽ നമ്മൾ extended family എന്ന് പറയും. Arrangement prevalent throughout the Indian society, particularly in India, consisting of many generations living in the same household, all bound by the common relationship. The family in India does not consist only husband, wife and their children, but also of uncles, aunts and cousins and grandsons. This system called joint family or extended family system. ഒരു ജോയിൻറ്റ് ഫാമിലി അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി നമ്മൾ പറയുന്നത് എന്താണ്? ഒരു ഹസ്ബൻഡോ വൈഫോ ഒരു കുട്ടിയോ അടങ്ങുന്നതല്ല. അതിനു പുറമേ ഗ്രാൻഡ് പാരൻസ്, ഗ്രാൻഡ് ചിൽഡ്രൻസ്, അങ്കിൾസ്, ആൻറ്റ്സ്, കസിൻസ് ഇവരെല്ലാവരും കൂടെ ഒരു കുടുംബത്തിൽ ഒരു കൂട്ടുകുടുംബത്തോടെ ജീവിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ലൈഫ്. ജോയിൻറ്റ് ഫാമിലി മീൻസ് എ ലാർജ് ഫാമിലി. കുടുംബം എന്ന് പറയുന്നതിൽ അതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ലൈഫ് തന്നെയാണ്. അതിൽ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ എന്താണ്? വലിയൊരു ലാർജ് ഫാമിലിയാണ്. ഒരുപാട് അംഗങ്ങൾ കൂടുന്നതിനെയാണ് നമ്മൾ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. അവരെല്ലാവരും തന്നെ ഒരു ഫാമിലിയിൽ ഒരു വീട്ടിൽ തന്നെ ഒരു കുടുംബത്തിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. ജോയിൻറ്റ് ഫാമിലി ഈസ് മച്ച് ഫൺ. സിംഗിളായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഒരുപാട് സന്തോഷം നമുക്ക് എന്തിനു കിട്ടും? ജോയിൻറ്റ് ഫാമിലിയിൽ കിട്ടും. സിംഗിൾ ഫാമിലി, ഓൾ ദ പ്രോപ്പർട്ടി ഓഫ് ഫാമിലി ഹെൽഡ് ജോയിൻ്റ്ലി. എല്ലാ സ്വത്ത് വകകളായാലും തന്നെ എല്ലാം തന്നെ ഒരുമിച്ച് ജോയിൻ്റ്ലി ആയിരിക്കും. ജോയിൻറ്റ് ഫാമിലിയിൽ ഹാവ് വൺ കോമൺ കിച്ചൺ, ഒരു കോമൺ കിച്ചൺ ആയിരിക്കും. ഇൻ ജോയിൻറ്റ് ഫാമിലി മോസ്റ്റ് ഓഫ് ദം ഈറ്റ് ടുഗദർ. എവരി വൺ ഇൻ ദ ജോയിൻറ്റ് ഫാമിലി ഹാവ് ക്ലോസ് ബ്ലഡ് റിലേഷൻഷിപ്പ്. ജോയിൻറ്റ് ഫാമിലിയിൽ എല്ലാവരും തന്നെ ഒരു അടുപ്പിൽ പാകം ചെയ്ത് ഒരു അടുക്കള ഒരു കോമൺ കിച്ചൺ ആയിരിക്കും. അവിടെ എല്ലാവരും തന്നെ ഒരുമിച്ച് ആഹാരം പാകം ചെയ്ത് ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു. അതാണ് ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം എന്ന് തന്നെ പറയുന്നത്. എവരി വൺ ഇൻ ദ ജോയിൻറ്റ് ഫാമിലി ഹാസ് ക്ലോസ് ബ്ലഡ് റിലേഷൻഷിപ്പ്. അവർക്ക് എല്ലാവർക്കും തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ബ്ലഡ് റിലേഷൻഷിപ്പ് ഉണ്ടാകും. ഇനി സം ഡെഫിനിഷൻ ഓഫ് ജോയിൻറ്റ് ഫാമിലി, നമുക്ക് ജോയിൻറ്റ് ഫാമിലി ചില ഡെഫിനിഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഐരാവതി കൺട്രി, a joint family is a group of people who generally live under one roof, who eat food cooked at one hearth, who hold property in common, and who participate in common worship and are related to each other, has some particular types of kindred. അക്കോർഡിംഗ് ടു ഐരാവതി കൺട്രി എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എന്താണ്? ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഒരു കുടക്കുഴിക്കുള്ളിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു, ഒരു അടുപ്പിൽ പാകം ചെയ്യുന്നു. ഹേർട്ട് മീൻസ് അടുപ്പ്. ഒരു പ്രോപ്പർട്ടി, എല്ലാവരും തന്നെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് ആഹാരം ചെയ്ത് ഒരുമിച്ച് പാകം ചെയ്ത് ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു. അതിലൊരുമിച്ച് അവർ ജീവിക്കുകയും അതിലൊരുമിച്ച് സന്തോഷം കണ്ടെത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്? ജോയിൻറ്റ് ഫാമിലി എന്നാണ് അക്കോർഡിംഗ് ടു ഐരാവതി കൺട്രി പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു IP ദസി എന്താ പറയുന്നത് വെച്ചാൽ, we called that household a joint family which has a greater generation depth than individual family, and the members which are related to one another by property, income and mutual rights and obligations. അക്കോർഡിംഗ് ടു IP ഡെയ്സിയുടെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്ന ഒരു ഗ്രേറ്റർ ജനറേഷൻഷിപ്പാണ്. തലമുറകൾ കൈമാറി വരുന്നൊരു ഇൻഡിവിജ്വൽ ഡെപ്ത് അതിലുണ്ടാകും, ഒരു ആഴം അതിലുണ്ടാകും. ദ മെമ്പേഴ്സ് ആയാലും ഒരാൾ മറ്റൊരാൾക്ക് പ്രോപ്പർട്ടി പരമായിട്ടായാലും സഹായിക്കുകയും വിശ്വാസത്തോടെ ഒരുമിച്ച് മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ എല്ലാവരും ഒരുമിച്ച് ഐക്യത്തോടെ ജീവിക്കുന്ന ഒന്നാണ് ജോയിൻറ്റ് ഫാമിലി എന്നാണ് അക്കോർഡിംഗ് ടു IP ഡെയ്സിയുടെ അഭിപ്രായം. ഇനി അക്കോർഡിംഗ് ടു ഡാവിസ്, the joint family consists of a male having a common male ancestor, female offspring not yet married, and women brought into the group by marriage. All of these persons might live in a common household or in a several households near one to another. ഡെയ്സിയുടെ അഭിപ്രായത്തിൽ എന്താണ്? ഒരു കാരണവരായ ഒരാൾ മെയിൽ ആങ്സ്റ്റർ ഒരു ഫീമെയിൽ ആങ്സ്റ്ററിനെ മാരേജ് ചെയ്യുകയും അവരിൽ നിന്നും ജനറേഷൻ തലമുറകൾ കൈമാറി വരുന്നതിനാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇനി അക്കോർഡിംഗ് ടു ഹെൻറി മെയിൽ,
The Hindu joint family is a group of constituted of non-ancestors and adopted sons and relatives related to this doctors through the marriage. നമ്മൾ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നതാണ് ഹെൻറി മെയിൻ അഭിപ്രായപ്പെടുന്നത്. ഒരു ഹിന്ദു ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ സ്വന്തം മുറപ്പെണ്ണിനെ കല്യാണം കഴിച്ച് ആ കുടുംബം ആ ഒരു രീതിയിൽ തന്നെ നിലനിന്ന് കൊണ്ടുപോകുന്നതിനെയാണ് ജോയിൻറ്റ് ഫാമിലി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അക്കോർഡിംഗ് ടു K.M. Capdeville, joint family is a group formed not only a couple and their children but also other relation either from father's side or mother's side, depending on the whether the joint family is a patriarchal or matriarchal. അദ്ദേഹം എന്താ പറയുന്നത്, ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത് ഒരു കപ്പിള്, ഒരു ഹസ്ബൻഡും വൈഫും ഒരു കുട്ടിയും അടങ്ങുന്നതല്ല, പകരം അച്ഛൻ്റെ സൈഡിൽ നിന്നായാലും അമ്മയുടെ സൈഡിൽ നിന്നാലും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ജീവിക്കുന്നതിനാണ് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. ജോയിൻറ്റ് ഫാമിലി ഈസ് എ പാട്രിയാർക്കൽ, എന്താ പറയുക, അച്ഛൻ്റെ സൈഡിൽ നിന്നും ആൾക്കാരും മാട്രിക്കൽ അമ്മയുടെ സൈഡിൽ നിന്ന് ആൾക്കാരും ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് അദ്ദേഹം ജോയിൻറ്റ് ഫാമിലി എന്ന് അഭിപ്രായപ്പെടുന്നു. ഇനി നമുക്ക് ജോയിൻറ്റ് ഫാമിലിയുടെ കാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കിയാൽ, കാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോയിൻറ്റ് ഫാമിലി അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയാം. അതിൽ ഫസ്റ്റ് വൺ ലാർജ് സൈസ്, ആൻഡ് സെക്കൻഡ് വൺ ജോയിൻറ്റ് പ്രോപ്പർട്ടി, ആൻഡ് തേർഡ് വൺ കോമൺ റെസിഡൻസി, ആൻഡ് ഫോർത്ത് വൺ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, ഫിഫ്ത്ത് വൺ കോമൺ റിലീജിയൻ, സിക്സ്ത് വൺ a productive unit, seventh one a mutual rights and obligations, eighth one socialist ideals. ഇത് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ലാർജ് സൈസ്. ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ജോയിൻറ്റ് ഫാമിലി ഈസ് ലാർജ് സൈസ്. ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ജോയിൻറ്റ് ഫാമിലിയിൽ ലാർജ് സൈസ് ആണ്. എ സിംഗിൾ ഫാമിലി കൺസിസ്റ്റ് ഓൺലി ദ ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ദ ചിൽഡ്രൻ, ബട്ട് ദ ജോയിൻറ്റ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് 3 or 4 generation. It's include parents, grandparents, children and grandchildren and other close blood relationship. ഒരു സിംഗിൾ ഫാമിലി നമുക്കറിയാവുന്നത് പോലെ ഹസ്ബൻഡും വൈഫും അവരുടെ കുട്ടിയും മാത്രമേ. എന്നാൽ ജോയിൻറ്റ് ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. 3 or 4 generations ആണ്, ഇൻക്ലൂഡിങ് പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, അവരുടെ കുട്ടികൾ, മുതുമുത്തശ്ശന്മാർ, കുട്ടികളുടെ കുട്ടികൾ, അങ്ങനെ അതിന് പുറമെ ക്ലോസ് ബ്ലഡ് റിലേഷൻ, അങ്കിൾസ്, ആൻറ്റ്സ് എല്ലാവരും കൂടി ചേർന്നതാണ് ജോയിൻറ്റ് ഫാമിലി. അതിനാണ് ലാർജ് സൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലാർജ് സൈസ് ഫസ്റ്റ് കാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോയിൻറ്റ് ഫാമിലി എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ജോയിൻറ്റ് പ്രോപ്പർട്ടി. ജോയിൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ ദ ജോയിൻറ്റ് ഫാമിലി ദ ഓണർഷിപ്പ്, പ്രൊഡക്ഷൻ, കൺസപ്ഷൻ ഓഫ് വെൽത്ത് ടേക്ക് പ്ലേസ് ഓൺ എ ജോയിൻറ്റ് ബേസ്. ദ ഹെഡ് ഓഫ് ദ ഫാമിലി. ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലെ ഒരു മുതിർന്നൊരു വ്യക്തിക്കായിരിക്കും ആ വീട്ടിലുള്ള എല്ലാ അധികാരവും അവകാശവും എന്ന് പറയുന്നത്. അദ്ദേഹത്തിനായിരിക്കും സ്വത്തുക്കളായാലും സാധ്യം എല്ലാം തന്നെ അദ്ദേഹത്തിനായിരിക്കും. അദ്ദേഹം തീരുമാനിക്കും ആർക്കൊക്കെ ഈ സ്വത്തുക്കൾ ആർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, ആർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ട, ആർക്കൊക്കെ ഇത്ര കൊടുക്കാം എന്ന് ആ ഒരു കുടുംബത്തിലെ മുതിർന്നൊരു കാരണവർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ മുതിർന്നൊരു വ്യക്തിക്കായിരിക്കും അതിനുള്ള അധികാരവും അവകാശവും എല്ലാം തന്നെ. മൂന്നാമത്തെ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ തേർഡ് വൺ കോമൺ റെസിഡൻസി. ദ മെമ്പർ ഓഫ് ദ ജോയിൻറ്റ് ഫാമിലി യൂഷ്വലി ലീവ് അണ്ടർ ദ സെയിം റൂഫ്. ഒരു കുടക്കീഴിൽ എല്ലാവരും, ഒരു ജോയിൻറ്റ് ഫാമിലി ഒരു കുടക്കീഴിൽ എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ ജീവിക്കുന്നത്. ഈറ്റ് ഫുഡ് ആയാലും ഒരു അടുപ്പിൽ എല്ലാവരും പാകം ചെയ്ത് ഒരുമിച്ച് കഴിക്കുന്നു. അവിടെ സെപ്പറേറ്റ് കിച്ചൺ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? സെപ്പറേഷൻ ഓഫ് ഫാമിലി എന്നാണ് അർത്ഥം. ഒരു കുടുംബത്തിൽ 2 അടുക്കള പാടില്ല എന്ന് പറയുന്നത് പോലെയാണ് ഒരു കുടുംബത്തിൽ ഒരടുക്കളയിൽ എല്ലാവരും ഒരുമിച്ച് പാകം ചെയ്ത് ഒരുമിച്ച് ആഹാരം കഴിക്കുക എന്നതായിരുന്നു കോമൺ റെസിഡൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ജോയിൻറ്റ് ഫാമിലി കീപ്സ് ദ ജോയിൻറ്റ് ഫാമിലി ഇൻറ്റഗ്രേറ്റഡ് ബിക്കോസ് സെപ്പറേറ്റ് കിച്ചൺ മീൻസ് സെപ്പറേഷൻ ഓഫ് ഫാമിലി. സെപ്പറേറ്റ് കിച്ചൺ വന്നാൽ സെപ്പറേഷൻ ഓഫ് ഫാമിലി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കോപ്പറേറ്റീവ് ഓഫ് ഓർഗനൈസേഷൻ. കോപ്പറേഷൻ ഈസ് ദ ബേസിക് സിസ്റ്റം ഓഫ് ജോയിൻറ്റ് ഫാമിലി. A joint family consists a large numbers of members, and if they do not cooperate with one another, it is not possible to maintain the organization and structure of the joint family. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഫാമിലിയിൽ വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു വ്യക്തി ആയാൽ പോലും അവരുമായിട്ട് സഹകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പല പ്രശ്നങ്ങൾ, പല പ്രോബ്ലംസും ക്രിയേറ്റ് ആവും. സോ കോപ്പറേഷൻ ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോയിൻറ്റ് ഫാമിലി. നെക്സ്റ്റ് കോമൺ റിലീജിയൻ. ദ ജോയിൻറ്റ് ഫാമിലി മെമ്പേഴ്സ് ബിലീവ് ഇൻ സെയിം റിലീജിയൻ. ഒരു കുടുംബത്തിൽ ഒരാൾ നമുക്കറിയാം സെയിം റിലീജിയനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. ദ പ്രൊഡക്റ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, എമംഗ് ദ അഗ്രികൾച്ചർ ഫാമിലിയിലാണ് ഒരു പാടത്തിൽ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നതുള്ളതായിരുന്നു. ഒരുമിച്ച് ഒത്തൊരുമയോടെ വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൊഡക്റ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മ്യൂച്വൽ റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ് പറയുമ്പോൾ എന്താണ്? ദ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ജോയിൻറ്റ് ഫാമിലി ആർ ദ സെയിം. ഒത്തൊരുമ, എന്താ പറയുക, എല്ലാ ബാധ്യതയും പരസ്പരം അവകാശവും ബാധ്യതയും എല്ലാം തന്നെ ഒരുമിച്ച് അവർ കൈകാര്യം ചെയ്തു. ഈക്വലായിരിക്കും, സമത്വത.
ഇനി സോഷ്യലിസ്റ്റ് ഐഡിയൽസ്. ദ ലാസ്റ്റ് വൺ സോഷ്യലിസ്റ്റ് ഐഡിയൽ ആണ്. ജോയിൻറ്റ് ഫാമിലി ബേസ്ഡ് ഓൺ സോഷ്യലിസ്റ്റ് ഐഡിയൽ ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് കപ്പാസിറ്റി ആൻഡ് ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നെസസിറ്റി. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ജോയിൻറ്റ് ഫാമിലി എന്താണെന്ന് നോക്കാം. ജോയിൻറ്റ് ഫാമിലി ഹാവ് മോർ പീപ്പിൾ, സോ മോർ സപ്പോർട്ട് ഇൻ കേസ് ഓഫ് ക്രൈസിസ്. ജോയിൻറ്റ് ഫാമിലി ഒരുപാട് ആൾക്കാർ കാണും, ഒരുപാട് അംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കുട്ടികൾക്കായാലും തന്നെ മോർ അഫെക്ഷൻ ആൻഡ് ലവ് ബിറ്റ്വീൻ ഫാമിലി മെമ്പേഴ്സ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സ്നേഹബന്ധം. ലേൺ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നതോടെ പരസ്പരം ഉണ്ടാകുന്ന ബന്ധത്തിൻ്റെ ആഴങ്ങൾ കുട്ടികൾക്കായാലും നമ്മൾ അടുത്ത ജനറേഷനായാലും അത് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ജോയിൻറ്റ് ഫാമിലി. ഇനി മോർ പീപ്പിൾ എൻജോയ് ദെയർ ലൈഫ് ഇൻ ദ ജോയിൻറ്റ് ഫാമിലി. കൂട്ടുകുടുംബത്തോടെ ജീവിക്കുമ്പോഴായാലും നമുക്ക് കിട്ടുന്നൊരു സുഖം, സന്തോഷം എല്ലാം തന്നെ അതൊരു വേറൊരു അനുഭൂതി തന്നെയാണ്. ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങളെല്ലാം തന്നെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻ്റാണ്. ഓക്കെ, മോർ പീപ്പിൾ എൻജോയ് ദെയർ ലൈഫ് ഇൻ ദ ജോയിൻറ്റ് ഫാമിലി. ഇനി ഡിസഡ്വാൻറ്റേജ് ഓഫ് ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ എ പേഴ്സൺ ടു കീപ് പ്രൈവസി ഇൻ ദ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം. ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ഒരു പ്രൈവസി ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് കിട്ടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിരിക്കാം. ആസ് എ ലാർജ് ഫാമിലി എവരി വൺ ഹാവ് ലീവ് ഇൻ ദ ലിമിറ്റഡ് സ്പേസ്. ലാർജ് ഫാമിലി ആകുമ്പോൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റഡ് സ്പേസ് ആയിരിക്കും. ചിലർക്ക് വലിയ റൂമാകാം, ചിലർക്ക് ചെറിയ റൂമാകാം, ചിലർക്ക് അത് ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യാം. അതൊക്കെയാണ്. പിന്നെ ജലസി നമുക്ക് ഈസ് എ വെരി കോമൺ ഇൻ വൺ പേഴ്സൺ ടു അനദർ. ഇനി എന്തുകൊണ്ടാണ് ജോയിൻറ്റ് ഫാമിലി വാനിഷ് ആയത് അല്ലെങ്കിൽ ഡിസപ്പിയറിങ് ഫ്രം അവർ സൊസൈറ്റി എന്ന് നോക്കാം. ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ ആൻഡ് വർക്ക് കൾച്ചർ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയതോടെ, വർക്ക് കൾച്ചർ മാറിയതോടെ നമുക്ക് വേറെ സ്ഥലത്ത് ചിലപ്പം പോയി ജീവിക്കുക, വേറെ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുക എന്നൊക്കെ വരുമ്പോൾ ജോയിൻറ്റ് ഫാമിലിയായിട്ട് പോവുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. സോ ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ ആൻഡ് വർക്ക് കൾച്ചർ. ക്ലാഷ് ഓഫ് ഈഗോ ആൻഡ് സെൽഫ് എസ്റ്റീം. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് വേണം, സെൽഫായിട്ട് നിൽക്കണം, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതൊക്കെ ഒരു ഈഗോ ക്ലാഷൊക്കെ ഉണ്ടാകുന്നത് കാരണം. ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗ്രോത്ത്. നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമ്മൾ കിട്ടുന്നത് എവിടെയാണ്, നമ്മൾ അത് ചൂസ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഫ്രീഡം ആസ് വെൽ ആസ് പ്രൈവസി. നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി കിട്ടാത്ത വരുമ്പോൾ. പ്രോബ്ലം ഓഫ് അക്കോമഡേഷൻ. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്ക് വലിയ റൂമാകും, ചിലർക്ക് ചെറിയ റൂമാകും, അതൊക്കെ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാകാം. ഇനി അർബണൈസേഷൻ, ഓവർ പോപ്പുലേഷൻ, ഒരുപാട് അംഗങ്ങൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ. ഇതൊക്കെ കൊണ്ടാണ് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഡിസപ്പിയർ ആയത്, അല്ലെങ്കിൽ വാനിഷ് ആയി പോയത്. നെക്സ്റ്റ് കൺക്ലൂഷൻ. Joint family is the best solution of living with care and love. The young kids can learn how to respect elders, love them and care of them. ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ്. കുട്ടികൾക്കായാലും പരസ്പരം ഒരു സ്നേഹം, ഒരു കരുതൽ, ഒരു വിശ്വാസം എല്ലാം തന്നെ അവർ മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യുക എല്ലാം തന്നെ നമുക്ക് ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. When living in a joint family, all of the members will provide time with the family and they understand each other gradually. They will help each other when here is an emergency. നമ്മൾ ഒരുമിച്ച് ജോയിൻറ്റ് ഫാമിലിയോട് ജീവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ പോലും പരസ്പരം മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക ചെയ്യും. അതാണ് നമ്മൾ ജോയിൻറ്റ് ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഹസ്ബൻഡ്, ഒരു വൈഫ്, ഒരു കുട്ടി എന്നുള്ളതിന് പുറമെ മുത്തശ്ശിമാർ, അങ്കിൾ, ആൻറ്റി, അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. അതില്ലാതാവാനുള്ള കാരണവും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ്? ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയത്, ഓപ്പർച്യൂണിറ്റീസ്, ഫ്രീഡം, ഇതൊക്കെ തന്നെയാണ് എന്തിന് കാര്യമുണ്ടായത്, ജോയിൻറ്റ് ഫാമിലി ഇല്ലാതാകുക എന്നുള്ളത്. ആൻഡ് താങ്ക് യു.